ഏവർക്കും നമസ്കാരം. ഞാനിന്ന് തൃശ്ശൂർ പൂരപ്പറമ്പിലാണ്, പൂരനഗരിയിലാണ്. കുറേ നാൾക്ക് ശേഷം പൂരം കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി പൂരപ്പറമ്പിലാണിപ്പം. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. ചുമ്മാ തിരക്കുണ്ട്, പക്ഷേ വലിയൊരു ജനത്തിരക്ക് കാണുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വെടിക്കെട്ടിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആൾക്കാർ കുറച്ച് കുറവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് തിരുവമ്പാടിക്കാരുടെ ആനകളുടെ ഒരു സൈഡിൽ അവരുടെ ആനകളുടെ ഒരു പ്രദർശനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം നോക്കി കാണുകയാണ്. അതിനിടയിലാണ് തിരുവമ്പാടിക്കാരുടെ മെയിൻ ആനയായ ചന്ദ്രശേഖരും ടീമും വരുന്നത്. അവർ വടക്കുന്നാഥൻ തൊഴുകാനായിട്ട് വരുന്നൊരു വരവാണത്. നല്ലൊരു നല്ലൊരു കാഴ്ചയാണ്. കാരണം തിരുവമ്പാടി ചന്ദ്രശേഖരനെ കാണാൻ ഒരുപാട് ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. പൂരനഗരിയിലെ ഏറ്റവും വലിയൊരു വിസ്മയമാണല്ലോ തിരുവമ്പാടി ചന്ദ്രശേഖരൻ. അപ്പോൾ ആനെ കാണാൻ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആളുകൾ ചുറ്റും കൂടുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ വടക്കുന്നാഥനെ തൊഴുകാനുള്ള യാത്രയാണ് ആ കാണുന്നത്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴാണ് കുട്ടൻകുളങ്ങര അർജുനൻ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആനപ്പന്തി പ്രദർശനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ദയവ് നോക്കുന്നു, നമ്മുടെ ഗുരുവായൂർ ദേവസ്വങ്ങളുടെ ആനകളുടെ വരവാണ് ആ കാണുന്നത്. ഒരുപാട് ആനകൾ അവരുടെ ദേവസ്വത്തിൻ്റെ ആനകൾ പൂരത്തിന് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് പേര് കേട്ട ആനകളൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ നോക്കുമ്പോഴാണ് വരുന്നത് നമ്മുടെ ടീം മച്ചാട്. ടീം മച്ചാട് ആന വളരെ പ്രസിദ്ധമായ ആനകളാണല്ലോ. അവരുടെ മച്ചാട്, ജയറാം, അങ്ങനെ കുറച്ച് അവരുടെ ഒരു 3-4 ആനകളുണ്ട് അവരെ. അതെല്ലാം വന്നപ്പോഴത്തേക്കും ആ പൂരത്തിരക്ക് മുഴുവൻ ഈ ആനകളെ കാണാൻ വേണ്ടി വന്നു. ജനങ്ങൾ മുഴുവൻ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ആയിരുന്നു അവിടെ. അയ്യോ, അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ അവിടെ. ടീം മച്ചാട് ഇത്രയും നല്ലൊരു ഫേമസുമാണ്, പ്ലസ് നല്ലൊരു ഇതുമായിരുന്നു അവർക്ക് ആ പൂരപ്പറമ്പിൽ അവർക്ക് കിട്ടിയ ഒരു വരവേൽപ്പ്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പൂരത്തിൻ്റെ ആഘോഷങ്ങളുടെ ഓരോരോ കാഴ്ചകളും ഇതെല്ലാം ഇങ്ങനെ ഞങ്ങളിങ്ങനെ എടുക്കുകയായിരുന്നു. എന്താ പറയാനുള്ളത്? എനിക്കിതിലൊന്നും പറയാനില്ല, വളരെ ഹാപ്പിയാണ്. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? തൃശ്ശൂർ പൂരം അടിച്ചു പൊളിക്കുകയെന്നുള്ള മുത്തശ്ശ, തൃശ്ശൂർ പൂരത്തിന് എന്താ പറയാനുള്ളത്? തൃശ്ശൂർ പൂരത്തിന് ഞങ്ങൾ വിചാരിക്കാതെ ഇടത്തിൽ വന്ന് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചില്ല എത്രയും നന്നായി കാണാൻ പറ്റുന്ന എല്ലാ ആനകളും ആൾക്കാരും എല്ലാം കാണാൻ നല്ല സൗകര്യവും നല്ല സന്തോഷമായിട്ട് പോകുന്നു ഞങ്ങൾ. വീഡിയോ എടുക്കുന്നതിനിടയിൽ മകൻ്റെ ചില അഭിപ്രായങ്ങൾ. അതിൻ്റെ ഇടയിൽ നമ്മുടെ എറണാകുളം ശിവകുമാർ വരികയാണ് കാണുന്നത്. എറണാകുളം ശിവകുമാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എറണാകുളം ശിവകുമാറിനെ എടുത്ത ശേഷം നമ്മൾ അവിടെ കൊച്ചിൻ ദേവസ്വത്തിൻ്റെ തന്നെ ഒരു ആനപ്പന്തിയുണ്ട്. അവിടെ കുറച്ച് ആനകളും പിന്നെ അതിലൊരു ആന കുറച്ച് മതത്തിൻ്റെ ലക്ഷണങ്ങളുള്ള ആനയായതുകൊണ്ട് അതിനെ അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പാറമേക്കാവിലേക്ക് പോവുകയാണ്. ഈ അവിടെ പ്രദർശനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം പോകുന്ന യാത്രയാണ് ഈ കാണുന്നത്. അപ്പോൾ പോകുമ്പോൾ ഒരുപാട് വഴിയോര കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആൾക്കാർ അത്യാവശ്യം നല്ല കച്ചവടത്തിൻ്റെ തിരക്കുണ്ട് അവിടെ. ഐസ്ക്രീമായിട്ടും ഫുഡായിട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പാറമേക്കാവിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവിടെ അവരുടെ പാറമേക്കാവ് ദേവസ്വത്തിന് വേണ്ടി വരുന്നൊരു ആന അവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ക്രോസ് ചെയ്തു. ഞങ്ങൾ പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഉമ്മറത്തെത്തി. അവിടെ കുറച്ച് നല്ല തിരക്കുണ്ട്. അവിടെ ഫോട്ടോ സെക്ഷനും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ, പിന്നെ ഒരു സൈഡിൽ പ്രദർശനത്തിന് വേണ്ടിയിട്ടുള്ള തിരക്ക്, അങ്ങനെ ആൾക്കാരുടെ ഒരു വലിയൊരു ക്യൂ തന്നെയുണ്ട് അവിടെ. ഈ ക്യൂ കാണുന്നത് പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ചമയം കാണാനുള്ളത്. നമ്മൾ ചമയത്തിൻ്റെ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ പോയി കണ്ടിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ആനകളും എല്ലാം പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ വരുന്നതാണ്. അവരുടെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് വരുന്നതാണ്. വന്ന് പോകുന്നതൊക്കെ ഉണ്ട്. അവരുടെ ആനകളെ ഫിറ്റ്നസിൻ്റെ ബിൽഡിങ്ങിൽ താഴെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ട് അവിടെ.
അത് കാണാനായിട്ടും. അങ്ങനെ ആനകളിൽ തൃക്കടൂർ ശിവരാജും എറണാകുളം ശിവകുമാറും ഉണ്ട്. അതുകൊണ്ട് നല്ല ആൾക്കാരുടെ ജനത്തിരക്കുണ്ട്. അങ്ങനെ എറണാകുളം ശിവകുമാറിനെയും തൃക്കടൂരിനെയും കണ്ട് ഞങ്ങളൊരു നറുതണ്ടി സർബത്ത് കുടിക്കാൻ വെച്ച് തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറി. അവിടെ അതൊക്കെ കുടിച്ച് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ പൂരപ്പറമ്പ് വിട്ട് നേരെ പൂരം എക്സിബിഷൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ പതുക്കെ നടക്കുകയാണ്. അവിടെയും നല്ല ജനത്തിരക്ക്, വഴിയോര കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട്. ആളുകളെല്ലാം നല്ല വൈബിലാണെന്ന് വിചാരിക്കുന്നു. നല്ല തിരക്കുണ്ട്. ഞങ്ങൾ എക്സിബിഷൻ കാണാൻ നിന്നില്ല, കാരണം നമ്മുടെ എതിരെ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് അവർക്ക് നേരെ വീട്ടിൽ ചെല്ലണമെന്നുള്ള പറയുന്നതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിക്കാനുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയാണ് ഇതെല്ലാം. കുറേ തട്ടുകടകളും ജ്യൂസും പാർലറും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തതിൻ്റെ അടുത്തെത്തി. അപ്പോൾ പാർക്ക് ചെയ്ത് നമ്മൾ തിരുവമ്പാടിക്ക് പോകണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ തിരുവമ്പാടിക്ക് പോകാനുള്ള ട്രാഫിക്കാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ തിരുവമ്പാടിക്കാരുടെ പന്തൽ ഒന്ന് എടുത്തതാണ്. കാറിൻ്റെ ഉള്ളിൽ വെച്ച് എടുത്തിരിക്കുന്നതാണ്. പക്ഷേ നന്നായിട്ടുണ്ട്. ആ ഡെക്കറേഷൻസും ആ ഒരു അലങ്കാരം ചെയ്തിരിക്കുന്നതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷേ ഭയങ്കര തിരക്ക്, ട്രാഫിക്കാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ അതും ഇങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ പൂരവിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വേറൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ തൃശ്ശൂർ പൂര ആശംസകൾ നേർന്നുകൊണ്ട് ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.